ഹായ് ഫ്രണ്ട്സ്, ടെക്ബിറ്റ് പ്രൊജക്ട്സിൻ്റെ മറ്റൊരു ഓഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഡിനോ ഡാറ്റ ടൈപ്പ് ആയ ബൂളിയൻ ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഡാറ്റ ടൈപ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണും. ഈ വീഡിയോയിൽ ഡാറ്റ ടൈപ്പായ ബൂളിയൻ ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബൂളിയൻ ഡാറ്റ ടൈപ്പിന് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നീ രണ്ട് വാല്യൂകൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. ഒരു ബൂളിയൻ ഡാറ്റ ടൈപ്പ് വേരിയബിൾ 1 ബൈറ്റ് മെമ്മറിയാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ബൂളിയൻ വാല്യൂ ഈക്വൽ ടു ഫോൾസ്. ഇത് ഒരു ബൂളിയൻ ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ബൂളിയൻ സ്റ്റേറ്റ് ഈക്വൽ ടു ട്രൂ. ഇതും ഒരു ബൂളിയൻ ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ആണ്. ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി Arduino IDE ഓപ്പൺ ചെയ്യുക. ഒരു LED ബൾബ് ഒരു സ്വിച്ച് ഉപയോഗിച്ച് ട്രിഗർ ചെയ്യുന്ന പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായി LED, സ്വിച്ച് എന്നീ രണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യണം. അതിനായി ബൂളിയൻ റണ്ണിങ് ഈക്വൽ ടു ഫോൾസ്. റണ്ണിങ് എന്ന ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഫോൾസ് ആയി സെറ്റ് ചെയ്യണം. അതിനുശേഷം വേർഡ് സെറ്റപ്പിനുള്ളിൽ LED പിൻ ഔട്ട്പുട്ടായി സ്വിച്ച് പിൻ ഇൻപുട്ടായി സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത സ്വിച്ച് പിൻ ഹൈ ആക്കി വയ്ക്കുന്നതിന് വേണ്ടി ഡിജിറ്റൽ റൈറ്റ് ഉപയോഗിക്കാം. അതിനുശേഷം മെയിൻ പ്രോഗ്രാമിനുള്ളിൽ വേർഡ് ലൂപ്പിൽ ഒരു ഈഫ് കണ്ടീഷൻ ഉപയോഗിച്ച് ഡിജിറ്റൽ റീഡ് എന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് സ്വിച്ച് എപ്പോഴെങ്കിലും ലോ ആകുന്നുണ്ടോ എന്ന് അഥവാ സ്വിച്ച് എപ്പോഴെങ്കിലും അമർത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ എപ്പോഴെങ്കിലും സ്വിച്ച് അമർത്തുന്നുണ്ട് എന്ന ഒരു കണ്ടീഷനിൽ റണ്ണിങ് എന്ന ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഇൻവേർട്ട് ചെയ്യുക അഥവാ നോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ഫോൾസ് ആണ്. ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഇത് ലോ ആകുകയാണ് എങ്കിൽ അഥവാ സ്വിച്ച് അമർത്തുകയാണ് എങ്കിൽ അത് ഹൈ ആയി സെറ്റ് ചെയ്യും. അത് LED പിന്നിലേക്ക് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡിജിറ്റൽ ലൈറ്റ് ഉപയോഗിക്കുന്നത്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.